രഹസ്യങ്ങളുടെ കാട്. ആമസോൺ മഴക്കാടുകളെ വെറുമൊരു കാടായി കാണാൻ പറ്റില്ല. അതൊരു ഭൂമിയുടെ സ്വന്തം സുവോളജിക്കൽ പാർക്കാണ്. ലോകത്തിലെ ആകെ ജീവജാലങ്ങളുടെ 1/10 ഭാഗവും ഉള്ളത് ഈ കാടുകളിലാണ്. ആമസോൺ കാടുകളിൽ ചെന്നാൽ നമ്മെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുക അവിടെയുള്ള ചെറുജീവികളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രാണി വൈവിധ്യം ഉള്ളത് ഇവിടെയാണ്. ലക്ഷക്കണക്കിന് തരത്തിലുള്ള ഉറുമ്പുകൾ, ചിലപ്പുകൾ, മനോഹരമായ ചിത്രശലഭങ്ങൾ എന്നിവ കാടിൻ്റെ മുക്കിലും മൂലയിലുമുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ഇരട്ടിയാണ് ഇവിടുത്തെ ചെറുജീവികളുടെ സാന്നിധ്യം. ആമസോണിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആകാശത്ത് ഒരു റെയിൻബോ രൂപം കൊള്ളുന്നത് പോലെ തോന്നും. തിളക്കമുള്ള മഞ്ഞ, നീല, ചുവപ്പ് നിറങ്ങളിലേക്കുള്ള മക്കാവു തത്തകളും വിചിത്രമായ കൊക്കുകളുമുള്ള ടൂക്കാറ്റ് പക്ഷികളും കൂട്ടം കൂട്ടമായി പറന്നു നടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. വലിയ പരുന്തുകളും മൂങ്ങകളും ഇവിടെ വേട്ടക്കാരായി വായുവിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ആമസോണിലെ മരച്ചില്ലകളിലേക്കും ഇലകളിലേക്കും നോക്കിയാൽ അവിടെ ലക്ഷക്കണക്കിന് തവളകളും പല്ലികളും പാമ്പുകളും ഇരിപ്പുണ്ടാകും. ഇതിൽ പലതിനും റോഡ് സൈഡ് സിഗ്നൽ ലൈറ്റുകളെ വെല്ലുന്ന കിടില നിറങ്ങളായിരിക്കും. കാണാൻ നല്ല അഴകാണെങ്കിലും ഇതിൽ പലതിൻ്റെയും ചെറിയൊരു തീണ്ടൽ പോലും വലിയ പണിയാകും. ഇനി പാമ്പുകളുടെ കാര്യമാണെങ്കിൽ ലോകത്തെ പേടിപ്പെടുത്തുന്ന ഭീമൻ അനാക്കോണ്ട മുതൽ മരച്ചില്ലകളിൽ പതുങ്ങിയിരിക്കുന്ന മനോഹരമായ വിഷപ്പാമ്പുകൾ വരെ ഇവിടെ സുഖമായി ജീവിക്കുന്നു. കരയിലെ കാഴ്ചകളേക്കാൾ വിചിത്രമാണ് ആമസോൺ നദിക്കടിയിലെ ലോകം. പിരാന മീനുകൾ മുതൽ ഭീമാകാരനായ കെയ്മാൻ മുതലകളും പിങ്ക് നിറത്തിലുള്ള ഡോൾഫിനുകളും കരയിലും വെള്ളത്തിലും മാറി മാറി ജീവിക്കുന്ന ഭീമൻ എലികളായ കാപിബാരകളും ഈ നദിയെ ഒരു ജൈവ മായാലോകമാക്കി മാറ്റുന്നു. ശാസ്ത്രലോകം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത നൂറുകണക്കിന് പുതിയ മീൻ വർഗ്ഗങ്ങൾ ഈ നദിയുടെ അടിത്തട്ടിലുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആമസോൺ കാടുകൾ എന്നാൽ വെറുമൊരു വനമല്ല, ഭൂമിയുടെ നെഞ്ചിൽ മിടിക്കുന്ന ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങളുടെ ഒരു വലിയ സമുദ്രമാണ്. ഓരോ ഇലത്തുമ്പിലും തണ്ടിനടിയിലും വരെ നമ്മെ അത്ഭുതപ്പെടുത്താൻ ഏതെങ്കിലും ജീവജാലങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും.